ഞാൻ പറഞ്ഞ അച്ഛാ ഇതിന് മരിച്ചാൽ നമുക്ക് പിടിച്ചോണ്ട് പോകണമല്ലോ. പറഞ്ഞാൽ അതിനുള്ള വഴി നിങ്ങൾക്ക് തന്നിരിക്കണം എന്ന് പറയും. അങ്ങനെയാണ് ഈ വഴി തരുന്നത്. ഞങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തരാം, നിങ്ങൾക്ക് വാർത്ത വിടണോ? ഞാൻ തരാം. ഞങ്ങൾ 56 വർഷം കഴിഞ്ഞ് ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഈ വയലിൻ്റെ പടിഞ്ഞാറ് അതിർത്തിയിലുള്ള ഒരു കെട്ടിടമാണ്. ആ കെട്ടിടം വെറും കെട്ടിടമല്ല, മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിൻ്റെ ഓഫീസാണ്. പഞ്ചായത്തിൻ്റെ തൊട്ട് മുൻവശമുള്ള വയൽ നികത്തിയിട്ട് പോലും പഞ്ചായത്തിനത് വേണ്ട രീതിയിൽ പ്രതികരിക്കുവാനോ നടപടികൾ സ്വീകരിക്കുവാനോ സാധിക്കുന്നില്ല എങ്കിൽ ഇവരെ ഈ ചുറ്റുമുള്ള നാട്ടുകാർ എവിടെ പോയി പരാതി പറയണം? പരാതി കൊടുത്ത് അവർ മടുത്തു. ഈ പ്രായമുള്ള ആളുകളൊക്കെ നടക്കുവാൻ പോലും സാധിക്കാതെ ഇനി എവിടെ കയറി ഇറങ്ങണമെന്നാണ് ഈ പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. നമസ്കാരം. ഇപ്പോഴുള്ളത് ആലപ്പുഴ കാട്ടൂർ എന്ന പ്രദേശത്തെ സെൻറ്റ് മൈക്കിൾസ് ഫെറോന ചർച്ചിന് സമീപമുള്ള വയലിൻ്റെ സൈഡിലാണ്. ഈ വയൽ ഇന്ന് നികത്തിൻ്റെ ഭീഷണിയിലാണ്. ഒരു സ്വകാര്യ വ്യക്തി ഇത് JCBയും മറ്റു ഉപകരണങ്ങളും ഉപയോഗിച്ച് ഈ വയൽ പകുതിയോളം നികത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ വയലിന് ചുറ്റും താമസിക്കുന്ന ആളുകൾ ഇന്ന് വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഈ വയൽ നികത്തപ്പെടുകയാണെങ്കിൽ ചുറ്റിനുമുള്ള വീടുകളിലെല്ലാം വെള്ളം കയറും. ഇത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇവരുടെ വഴി പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ വയൽ നികത്തൽ നടക്കുന്നത്. ഇത് പൂർവ്വസ്ഥിതിയിലാക്കുവാനായിട്ട് അധികാര സ്ഥാപനങ്ങളിൽ നിന്ന് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് അവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് പൂർവ്വസ്ഥിതിയിലാക്കാൻ ഈ പാവം പിടിച്ച ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? വേണ്ടേ ഒരു ക്ഷീണം വന്ന് എടുത്തോണ്ട് ഓടാൻ വഴി വേണ്ടേ? എത്രയോ പ്രാവശ്യം ഞങ്ങൾ തള്ളേനെയും കൊണ്ട് വണ്ടിക്ക് പോട്ടെ. അതിൽ പാടാണ് ഞാൻ അതിലേ അവശത അറിയാം. ഇവിടെ വാദിക്കാൻ വണ്ടി വന്നെങ്കിൽ എനിക്കാണെങ്കിലും തള്ളേനാണെങ്കിലും കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അച്ഛൻ ഞങ്ങൾക്ക് തന്ന വഴിയായിരുന്നു. അപ്പോൾ ആ വഴിയെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞങ്ങളും പോകണുണ്ട്, പള്ളിയിൽ പോകാൻ വന്ന ആളുകളും കൊച്ചുങ്ങളും വേദപാഠത്തിന് പോകണത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇതിൽ ഞങ്ങളുടെ വഴി കിടക്കണുണ്ട്. ഞങ്ങൾ ഇന്നുവരെയും തടഞ്ഞിട്ടില്ല. ഈ വഴിയെ കൂടി വണ്ടി വരെ പോകുന്നുണ്ട്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഒരു എതിരുമില്ല. കാര്യം ഒരു വഴിയാണ്, നമുക്കൊരു വഴി പോകണ്ടേ. അതിലേ പോകുന്ന ആളുകളും വരും. പള്ളിയിൽ പോകാൻ വന്ന ആളുകൾ ധൃതിയിട്ട് ഓടി പള്ളിയിലോട്ട് വരുന്ന ആളുകളും ഉണ്ട്. ജേക്കപ്പച്ചൻ വഴി തന്നത്. ജേക്കപ്പച്ചൻ വന്ന് അമ്മച്ചനെ കണ്ടേച്ചുമാണ് പറഞ്ഞത് അമ്മച്ചനെ കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഇറമ്പിൽ കൂടെ നിങ്ങൾക്ക് പോകാനൊരു വഴി. കുഴപ്പമെന്ന് പറഞ്ഞാൽ വെള്ളം പോകത്തില്ല. വെള്ളം ഇങ്ങനെ വന്ന് പുരയിടം ബാധിക്കുക വരെ വെള്ളം വരും. ഈ വെള്ളം ഇങ്ങനെ കയറി വന്നാൽ എന്ത് അവിടെ എങ്ങാണ്ടൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ് ഈ റോഡ് കാരണം. അപ്പോൾ ഞങ്ങളെങ്ങനെ ജീവിക്കും? ഞങ്ങൾ ജീവിക്കണേലും എന്നേലും ഞാനും അമ്മച്ചും ഒരുപോലെ ഇരിക്കും. അമ്മച്ചി പ്രായമാണെന്നേ ഉള്ളൂ. ഞാൻ ഇത്ര 70 വയസ്സായി എനിക്ക്. ഇത് കാട്ടൂർ സെൻറ്റ് മൈക്കിൾസ് പള്ളിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലമായിരുന്നു. ഇപ്പോഴത് തന്നെയാണ്. 2025 മെയ് 21-ാം തീയതി, അത് ഈസ്റ്റർ പിറ്റേ ദിവസമാണ്, ഇത് കുറ്റിയടിക്കാൻ വരുമ്പോഴാണ് ഇവിടെ സമീപത്തുള്ളവർ അറിയുന്നത്. അപ്പോൾ 48 വർഷത്തോളം ആയി ഈ വഴി ഉപയോഗിക്കുന്നവരാണ് 4ഓളം വീട്ടുകാർ പോകുന്നത്. അത് 2 മീറ്റർ വഴിയായിരുന്നു. 2015 അന്ന് ഇരുന്ന ജേക്കബ് വേലിയകം അച്ഛൻ ഈ വീട്ടുകാരുടെ അവസ്ഥ മനസ്സിലാക്കി ഇവർക്ക് 3 മീറ്റർ വഴിയാക്കി തരികയും ചെയ്തു. ആ വഴിയാണ് നിലവിലുള്ളത്. എന്നാൽ അത് കാറ്റിൽ പറത്തിക്കൊണ്ട് അന്നുണ്ടായിരുന്ന കൈക്കാരന്മാരും എല്ലാവരും ഇടപെട്ട് ഇത് അവരുടെ ഇഷ്ടത്തിനുള്ള ആൾക്കാർക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ പേരിൽ ഈ 10 സെൻറ്റ് സ്ഥലം പള്ളിമുറ്റത്തു നിന്നുള്ള വെള്ളം ഒഴുകി ഈ പാടത്ത്, ഇത് 1 ഏക്കർ മുകളിൽ ഉള്ള സ്ഥലമാണ്. ഇപ്പോഴും പള്ളിയുടെ ഉടമസ്ഥയിൽ തന്നെയാണ്. ഇത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട നിലവാണിത്. അപ്പോൾ തണ്ണീർത്തട നിയമം ലംഘിക്കപ്പെട്ടുകൊണ്ട് ഇവർ 10 സെൻറ്റ് സ്ഥലം നികത്തുകയാണ് ഉണ്ടായത്. അത് ഏകദേശം പകുതിയോളം നികത്തി നമ്മൾ കളക്ടർക്ക് കംപ്ലയിൻറ്റ് കൊടുത്ത്, മിനിസ്റ്റർക്ക് കൊടുത്തു, വില്ലേജ് ഓഫീസർക്ക് കൊടുത്ത്, കാർഷിക വികസന സമിതിക്ക് കൊടുത്തു. അതിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് അവർ നടപടിയെടുക്കുകയും വന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതാണ്. അതിനുശേഷം ഇവർ ചെയ്തതിൻ്റെ പ്രകാരം ആ JCB പിടിച്ചുകൊണ്ട് പോവുകയും മണ്ണഞ്ചേരി സ്റ്റേഷനിൽ 2 മാസത്തോളം അത് തടഞ്ഞിടുകയും ചെയ്തു. എന്നിട്ട് അതിനുള്ള പൈസ കെട്ടിവെച്ചതിന് ശേഷമാണ് അത് റിലീസ് ചെയ്തത്. ഇതിന് ശേഷം ഇവർ വീണ്ടും രാത്രിയും വെളുപ്പിനായിട്ടൊക്കെ ടിപ്പറിൽ പൂഴി അടിക്കുകയുണ്ടായി. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് പുല്ല് പിടിച്ച് കിടക്കുകയാണ് ഇതെല്ലാം. റോഡ് ഏകദേശം പകുതിയാക്കിയിട്ടിരിക്കുക. അപ്പോൾ ഇതിന് ശേഷം 2024 മെയ് മാസത്തിൽ ഇവിടെ വെള്ളം പൊങ്ങി റോഡ് ഉൾപ്പെടെ ഇവിടെ വെള്ളം നിൽക്കുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ അത് കാരണം ഇത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട നിലവായതുകൊണ്ടും ഇത് തോടുമായിട്ട് കണക്ഷനുണ്ട്, ഇത് കടലിലേക്ക് ഇതിൻ്റെ പാസേജ് ഉള്ളതാണ്. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഇവർ റോഡ് നിർമ്മിക്കുകയും അതിന് കോമ്പൗണ്ട് വാൾ കെട്ടുകയും ചെയ്യാൻ വേണ്ടി വെട്ടുകല്ല് ഉൾപ്പെടെ ഇറക്കിയിട്ടിരിക്കുക. ഇപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് ഇത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്നത് കലവൂർ വില്ലേജ് ഓഫീസിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എടുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഇത് മൂടപ്പെട്ട് പോയാൽ ഇത് എന്തൊക്കെയാണ് ഇവിടുത്തെ ഭവിഷ്യത്തുകൾ സംഭവിക്കാനുള്ളത്? പാരിസ്ഥിതിക്ക് തന്നെ ആഘാതം ഉണ്ടാകുന്ന രീതിയിലല്ലേ ഇത്? പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാകും. കാരണം ഇത് അവിടെ നിന്ന് എത്ര വീട്ടുകാർ ഇതിൻ്റെ ചുറ്റളവിൽ തന്നെ 8-9 വീട്ടുകാരുണ്ട്. പിന്നെ അങ്ങോട്ട് പോകും തോറും ഒരു 10-15 വീട്ടുകാരുണ്ട്. അപ്പോൾ 2024 മെയ്യിൽ തന്നെ വെള്ളം പൊങ്ങിയതാണ് ഇവിടെ.
അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാം ഇത് തോടുമായിട്ട് കണക്ഷൻ ഉള്ളതാണിത്. അപ്പോൾ ഇത് വില്ലേജ് ഓഫീസർ ഇത് എടുത്തു മാറ്റാനായിട്ട് നടപടി ആയിട്ടും ഇത് എന്തുകൊണ്ട് എടുത്തു മാറ്റുന്നില്ല സ്ഥിതിയിലാക്കാനായിട്ട് വില്ലേജ് ഓഫീസർ ഉത്തരവുണ്ട്, പക്ഷെ ആക്കുന്നില്ല. 1 വർഷത്തോളമായി. ആ ശരി. ആ വഴിയായിട്ട് തന്നെ കിടക്കെ. ഞങ്ങളൊരു കാര്യത്തിനും അടച്ചിട്ടില്ല. ആളുകൾ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. മുട്ടി രണ്ടും മാറ്റി വെച്ചിരിക്കുകയാണ്. വണ്ടി ഇല്ലാതെ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുകയില്ല. പള്ളിയിൽ പോകുന്ന ആളുകളും സ്കൂളിൽ പോകുന്ന കുട്ടികളും എല്ലാം ഈ വഴി 40 വർഷമായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. പള്ളിയുടെ കൂടെ ഉത്തരവാദിത്തമുള്ളതല്ലേ? പള്ളി ഇടപെട്ടില്ലേ? പള്ളി ഇടപെട്ടിട്ട് പള്ളിയല്ലേ കൊടുത്തത്. ഞങ്ങൾ പള്ളിയിൽ പോകാൻ പറ്റുന്ന വഴിയാണ്, വർഷങ്ങളായിട്ടുള്ള വഴിയാണിത്. ഇപ്പോൾ ഞങ്ങൾ പോലും അറിയാതെ തന്നെ പള്ളിയിൽ നിന്ന് മറ്റുള്ളവർക്ക് വിറ്റിരിക്കുന്നത്. ആ വഴി ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. കുഞ്ഞുങ്ങളും പോകുന്നതാണ് ഇതിലൂടെയൊക്കെ. വേറെ വഴിയില്ല. ഞങ്ങളിത് 48 വർഷമായിട്ട് ഉപയോഗിക്കുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളം പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടക്കാനുള്ള യാതൊരു ഇതുമില്ല. ഇത് നിലനിൽക്കുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ, മഴയുള്ള സമയങ്ങളിൽ നമുക്കിവിടെ നല്ല വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ റോഡിലൂടെ വരുന്ന ആൾക്കാർക്ക് ഈ റോഡും നമുക്കിവിടെ തോടുണ്ട്. തോടും നമ്മൾ കാണാത്ത ഒരു അവസ്ഥ വരെ ഉണ്ട്. പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്, കുളത്തിൽ നിന്ന് വീഴാറുണ്ട്. അതുപോലെ നമുക്ക് റോഡിൻ്റെ സൈഡിൽ നമുക്ക് കൈവരില്ലാത്തതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് സ്ലിപ്പ് ചെയ്ത് പലരും തോട്ടിലേക്ക് വീണിട്ടുണ്ട് വെള്ളമുള്ള സമയങ്ങളിൽ. അത്രയും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ മഴ എങ്ങനെയാകുമെന്ന് നമുക്ക് ഒരു ഐഡിയയുമില്ല. ഇപ്പോൾ ഈ ബ്ലോക്ക് ചെയ്ത ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. അതുകൊണ്ട് എത്രയും വേഗം അതിനുള്ളൊരു നടപടി ഉണ്ടാകണമെന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്.